നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എന്ന റൂമർ ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? സ്വാഭാവികമായിട്ടും ഫുട്ബോൾ പ്രേമികൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണത്. നമ്മുടെ മലയാളി ഫുട്ബോൾ പ്രേമികൾ പ്രത്യേകിച്ച് അത് എടുത്തു പറയണം. ഇവിടെ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ മെസ്സി സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന രൂപത്തിൽ കൊണ്ടാടുകയാണ് ഈ റൂമറിനെ. യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും പലരും അത്തരം വാർത്തകളൊക്കെ കണ്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, പ്രമുഖമായിട്ടുള്ള ഫുട്ബോൾ മാധ്യമങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫറിനെ കുറിച്ചൊരു വാർത്തയുമില്ല. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് നമ്മൾ വളരെ ആധികാരികമായിട്ട് മെസ്സിയുടെ വാർത്തകൾക്കൊക്കെ വേണ്ടി നമുക്ക് പോകാവുന്ന ഒരു മാധ്യമമാണ്. അവിടെ ഒന്നും ഇങ്ങനെ ഒരു കാര്യമില്ല. മറ്റു പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും ഇതില്ല. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് ഏറ്റവും അധികം വിശ്വാസമുള്ള ട്രാൻസ്ഫർ വാർത്തകൾ തരുന്ന ഫബ്രീസിയോ റൊമാനോ, ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആരാണിത് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ കുറേ ആളുകൾ ഊഹം വെച്ച് പടച്ചു വിട്ടു എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ വാർത്തയുടെ സോഴ്സ് തപ്പിപ്പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ഇന്ത്യൻ പോർട്ടലുകളിൽ ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇപ്പം മൈഖേൽ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഖേൽ നൗ, ഇങ്ങനെയൊക്കെയുള്ള പോർട്ടലുകളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. റിപ്പബ്ലിക് വേൾഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സോഴ്സുകളിലാണ് ഈ വാർത്തകൾ നമുക്ക് കാണാൻ പറ്റുക. അതിനപ്പുറത്തേക്ക് ലിയോ മെസ്സി ടു മാഞ്ചസ്റ്റർ സിറ്റി എന്നൊരു വാർത്ത എവിടെയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മെസ്സി എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നു പോലും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മെസ്സിക്ക് വേണമെങ്കിൽ യൂറോപ്പിൽ തന്നെ തുടരാമായിരുന്നേ. നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു PSG വിടാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ. എന്നിട്ട് എവിടേക്കും പോകാതെ അദ്ദേഹം ഇൻ്റർ മയാമിയിലേക്ക് പോയത് എന്തിനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു മാറ്റം ഇപ്പോഴും ഇല്ല. അദ്ദേഹം മയാമിയിൽ തന്നെ തുടരും. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടെയുണ്ട്. ലൂയിസ് സുവാരസ് ഉണ്ട്, പിന്നെ ജോഡി ആൽബയുണ്ട്, ബുസ്കറ്റ്സ് ഉണ്ട്, പിന്നെ എന്താ മഷറാനോയാണ് കോച്ചായിട്ട് എത്തിയിട്ടുള്ളത്. അവരെല്ലാം കൂടെ ഒരുമിച്ച് അവിടെ ഒരു പൊളിക്കാനുള്ള പരിപാടിയാണ്. അതിനിടക്ക് ഇവിടെ ഇപ്പോൾ പൊട്ടി തകർന്ന ബോട്ടത്തിലേക്ക് വീഴുന്നുകൊണ്ടിരിക്കുന്ന സിറ്റിയെ രക്ഷിക്കാൻ ഒരു മുൾക്കിരീടം എടുത്തു വെച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഇട്ടേച്ച് മെസ്സി മാഞ്ചസ്റ്ററിലേക്ക് പറക്കും എന്ന് വിശ്വസിക്കാൻ ആർക്കാവും? ആരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ റിപ്പോർട്ട് കൊടുക്കുന്നവരങ്ങനെ കൊടുക്കട്ടെ. പ്രധാനപ്പെട്ട വാർത്തകൾ അത് കാണുമ്പോൾ നമുക്കത് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.